ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നടി ഹണി റോസിനെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ അറസ്റ്റിലായിരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട് സഹായം നൽകിയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. മധ്യമേഖല ജയിൽ ഡിഐജി പി അജയ്കുമാർ, കാക്കനാട് ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരെയും കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റ് 6 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 4 പുരുഷ ഉദ്യോഗസ്ഥരെയും 2 വനിതാ ഉദ്യോഗസ്ഥരെയുമാണ് കേസിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് പണം കൈമാറുന്നത് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നിരിക്കെ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് പ്രതികൾ 200 രൂപയുടെ നോട്ട് കൈമാറി എന്നാണ് കേസ്. സംഭവത്തിൽ നേരത്തെ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പി അജയ്കുമാറിനെയും രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജയിലിൽ കഴിയുകയായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ അജയ്കുമാർ പ്രതിയുടെ സുഹൃത്തുക്കളുമായാണ് ജയിലിൽ എത്തിയിരുന്നത്. ജയിലിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സുഹൃത്തുക്കളുമായി 2 മണിക്കൂറിലധികം സമയം ചിലവിടാൻ ജയിൽ ഡിജിപി ബോബിക്ക് അവസരമുണ്ടാക്കി നൽകി. പിന്നീട് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തിയെന്നും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ ഡിഐജിക്കെതിരെയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള പ്രിസണേഴ്സ് ആക്ട് 81 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമുള്ള തുടർച്ചയായ അശ്ലീല പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത്. ഈ കേസിൽ ബോബി പിന്നീട് അറസ്റ്റിലാവുകയായിരുന്നു. ഒരാഴ്ചയോളം ജയിലിൽ കിടന്ന ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിൽ നിരന്തരം മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇതിനിടയിൽ തന്നെ അധിക്ഷേപിച്ചെന്ന് കാണിച്ച് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെയും കേസ് കൊടുത്തിരുന്നു. ആദ്യ പരാതിയിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. പിന്നീട് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഹണി റോസ് റീച്ചിന് വേണ്ടിയായിരിക്കില്ല ഇങ്ങനെ കൊടുക്കുന്നത്. പകരം ഹണി റോസ് പുരുഷന്മാരെ സോഫ്റ്റ് ടാർഗറ്റായി കാണുകയാണ്. പരാതി കൊടുത്താൽ പരാതിയിൽ പറയുന്നയാൾക്ക് എന്തെങ്കിലും ദുരിതമുണ്ടാകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യും. എന്നാലും തനിക്ക് ഒന്നും ഉണ്ടാകില്ലെന്ന ലാഘവത്തോടെയാണ് കേസ് കൊടുക്കുന്നത്. വീണ്ടും വീണ്ടും വ്യാജ പരാതി കൊടുക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നതിൽ ഹണി റോസിനോട് എനിക്ക് നന്ദിയുണ്ട്. ബോച്ചെ തെറ്റ് ചെയ്ത് ഹണി റോസിനോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാണ് ബോച്ചയ്ക്കൊപ്പം ചേർന്ന് ഹണി റോസിനെ അധിക്ഷേപിക്കുക എന്നാണ് രാഹുൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയം ഈ അടുത്ത കാലത്തൊന്നും കെട്ടടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.